വെള്ളം വീണത് എടുക്കണ വയല് രാവിലെ 7:30 മുതൽ 1:30 വരെ 2 മണി വരെ നടന്ന് വിജയിച്ച എല്ലാ ദിവസവും ഞാനിക്കണ്ട ആദിക്കണ്ട അച്ഛനൊക്കെണ്ട് അമ്മയ്ക്കുണ്ട്. അച്ഛൻ വണ്ടി എടുത്തു അമ്മ കയറിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസമാണ് കേട്ടോ. നമ്മുടെ സൗമ്യ ചേച്ചി ജയിച്ചു ഗൈസ്. കൊറേ എന്താ പറയാ, കർമ്മ എന്ന് പറയുന്നത് വീട്ടാളെന്നൊക്കെ പറയണ പോലെ കൊറേ ഉണ്ടെന്ന് ഞാൻ കൊറേ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാട്ടാ. ഞങ്ങളുടെ നാട് ക്ലാസ്സിലത്തെ വേഷം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, പിന്നെ എന്നെ വീട്ടിലേക്ക് ആക്കിയിട്ടില്ല. തകർത്ത്. അച്ഛൻ എന്തെങ്കിലും പറയണ്ട? ഒന്നും ചോപ്പിന്റെ കൂടെ തന്നെ പ്രതിഭയുടെ കാര്യം മാത്രം ചെറിയ വിഷമമുണ്ട്. എന്തായാലും ആൾക്കാരില്ല, പാർട്ടി മാത്രം. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് നാട്ടിലത്തെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയങ്ങളൊക്കെ എനിക്ക് തോന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും വ്ളോഗ് ചെയ്യാത്തത്. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നാട്ടിലത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ അനുഭവിച്ച് വന്ന പല കാര്യങ്ങളും അതൊരു കർമ്മ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് തിരിച്ചടിക്കുമ്പോഴുള്ളൊരു സന്തോഷം ശരിക്കും പറഞ്ഞതിലുണ്ട് കേട്ടോ. ഞാൻ പല കാര്യങ്ങളും ഒരു കഥ പോലെ പറയാം, അല്ലാതെ നമുക്കൊരാളെ ഒരു വ്യക്തിഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവും എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ ഒരു വ്ളോഗിൽ, എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ എൻ്റെ പാപ്പനൊക്കെ ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ ഇവിടുത്തെ CPIയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ കുറച്ച് പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരങ്ങ് കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ ജനലേമെന്ന് മരത്തുമ്പലേക്ക് കയറൊക്കെ കെട്ടി ഇങ്ങനെ മൈദ കൊണ്ട് പശയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചായിരുന്നു ഒട്ടിച്ചിരുന്നത്. മൈദൊക്കെ കുറുക്കണ പതിവ് കാഴ്ചയായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ കെട്ടും. അതൊക്കെ കണ്ട് വളർന്നുള്ളൊരു ബാല്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയോടുള്ളൊരു അത് രക്തത്തിൽ അരിഞ്ഞു ചേർന്നതാണെന്ന് ഞാൻ മുദ്രാവാക്യം വിളിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ എവിടെ നിൽക്കോ ഒരു കോരിത്തരിപ്പ് കയറി വരാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും അത് അഭിനയിച്ചുണ്ടാക്കുന്നതല്ലല്ലോ, അത് ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ വ്ളോഗ് വളരെ സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞതും കേട്ടോ. എനിക്ക് മെയിൻലി എൻ്റെ നാട്ടിലത്തെ ഈ ഒരു പ്രവർത്തകരെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അവരെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. കാരണം 100-ൽ നിന്ന് 1000-ൽ അല്ലെങ്കിൽ 2000-ൽ എത്തി വന്ന് നിൽക്കാന്ന് പറയുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ആർഭാടത്തിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഈ നമ്പറൊന്നും എണ്ണി ഞാൻ തിട്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ ഒരു വളർച്ച വളരെ വളരെ വിസിബിളാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അവസാനം പറയാം കേട്ടോ. പതിവിലും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഇലക്ഷനും റിസൾട്ടും ഒക്കെ ചടപടേന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, സാധാരണ കുറച്ചും കൂടെ ഒരു കാലയളവ് ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു റിസൾട്ട് വരാനായിട്ട്. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ പിറ്റേ ദിവസത്തേക്ക് റിസൾട്ട് വരാണ് കേട്ടോ. അപ്പം ഞാൻ TCV ന്യൂസും നമ്മുടെ 24 ചാനലും മാറി മാറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായി റിസൾട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ വാർഡിലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അതൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ യൂട്യൂബ് ചാനലിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് റിസൾട്ട് അറിയാണ്ടായപ്പോഴത്തേനും ജിൻസൺ അബ്ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട്, അബ്ചേട്ടനെ വിളിച്ചിട്ടാണെന്ന് തന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞിട്ട് അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു സൗമ്യ ചേച്ചി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അതിലൊരു വിജയം കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഞാനിതിന് പ്രവർത്തനത്തിനൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ അവിടുത്തെ ആ ഒരു കോർണറിലേക്ക് എത്താനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അബ്ചേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അബ്ചേട്ടൻ അന്ന് വർക്ക് ഉണ്ടായിരുന്നു. അബ്ചേട്ടൻ വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചു, അബ്ചേട്ടൻ നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ വിജയത്തിന് ഒരു ഇരട്ടി മധുരം ഉണ്ട്. ഞാൻ മുന്നത്തെ ഒരു ഇൻട്രോയിൽ പറഞ്ഞ പോലെ കർമ്മ ഹിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എനിക്കിവിടെ പറയാനുള്ളൂ. അത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്താണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പെർമിഷൻ കിട്ടിയില്ല വീട്ടിൽ നിന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കേട്ടോ. കൂടെ ഞാനും ഉണ്ട് വീഡിയോ എടുത്തിട്ട് പല അവസരങ്ങളിലും ഞാൻ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആവേശം കലർന്നൊരു ഇതായിരുന്നു നമ്മുടെ ഇലക്ഷൻ. ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തായിരുന്നു. അവിടുത്തെ അമ്മമാരുടെയും ചേച്ചിമാരുടെയൊക്കെ ഒരു സ്നേഹം
എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായ. ഒരു സ്ഥാനാർത്ഥി നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെയാണ് എല്ലാവരും കാണുന്നത്. അതിൻ്റെ ഒക്കെ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു. എനിക്ക് ഇതിനും ഇറങ്ങായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഇതിനൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണെന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞൊരു ഉത്സവം തന്നെയായിരുന്നു അല്ലേ. കുറേ ദിവസങ്ങൾ അവരെല്ലാവരും കൂടിയതിൻ്റെ ഒരു കണക്ഷൻ ആ ഒരു ലാസ്റ്റ് ദിവസങ്ങളിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. കൃഷ്ണാപുരം ഒല്ലൂക്കരയൊക്കെ വോട്ട് വിഭജനങ്ങൾ നടന്നൊരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും ഒല്ലൂക്കരയിലേക്ക് പെട്ടു. പക്ഷെ എൻ്റെ വീട്ടിലും അബ്ചാൻ്റെ വീട്ടിലും എനിക്ക് വോട്ടിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്നത് വേറെ 15-ാം വാർഡിലായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയായിരുന്നു കേട്ടോ പ്രാവശ്യം വോട്ട്. എങ്കിലും ഞങ്ങളുടെ അറിയുന്ന ഭൂരിഭാഗം നാട്ടുകാരുള്ളത് കൃഷ്ണാപുരത്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ മൊത്തത്തിൽ ജീവൻ കെടുക്കുന്നത് എവിടെയാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇവിടെ. എന്താ പറയാ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ കുറേ പേര് അന്ന് ലീവ് എടുത്തിട്ട് തന്നെയായിരുന്നു കേട്ടോ. ജയിക്കുന്ന ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡയറക്റ്റ്ലി റിസൾട്ട് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ടി വിയിലൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ റിസൾട്ട് ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പടക്കം പൊട്ടിക്കലായി, ജൈവിളിയായി, എന്താ പറയുക, വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൂവലായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അഭിച്ചാണ് അവരെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റത്തെ കലാശക്കൂട്ടന് എന്തായാലും പോകണം. കാരണം അടിപൊളി വൈബാന്നേ. നമ്മൾ വൈബ് കിട്ടുന്ന കാര്യങ്ങളൊന്നും മിസ് ചെയ്യരുതെന്ന് പറയില്ലേ, അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും കാത്ത് നിൽക്കാറുന്നു എന്ന് എനിക്ക് തോന്നി. ആ ചേച്ചീനെ അഭിവാദ്യം ചെയ്യാനും കൺഗ്രാറ്റ്സ് പറയാനൊക്കെ ആയിട്ട് എല്ലായിടത്തും ഓരോരുത്തരും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആമീനെ അതിന് ഞങ്ങൾ കൊണ്ടുപോയിണ്ടായിരുന്നില്ല. അവർ സത്യം പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ കയറി. എനിക്കെന്തോ ഈ വൈബ് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പല വഴി കൂടെ എനിക്ക് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വായനശാലയുടെ സെൻറ്ററിലേക്ക്. ഈ ഒരു വിജയം ഞങ്ങളുടെ നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാരും ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അതെനിക്ക് ഇന്നത്തെ ഒരു റാലിയിൽ എനിക്ക് മനസ്സിലായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ പരാജയമല്ല കേട്ടോ ആഘോഷിക്കുന്നത്, നമ്മൾ നമ്മുടെ സന്തോഷമാണ് ആഘോഷിക്കുന്നത്. അത് ഒരു 100 ഇരട്ടി സന്തോഷം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലേ, അത്ര തന്നെ ഉണ്ടായിരുന്നു. വെള്ളം വീണത് എടുക്കണ മയില് ക്യാമറയിലേക്ക് തുപ്പി. രാവിലെ 7:30 മുതൽ 1:30 വരെ 2 മണി വരെ നടന്ന് വിജയിച്ച എല്ലാ ദിവസവും ഒറ്റ ദിവസം വരെ എല്ലാ അതുകൊണ്ട് തന്നെ നമ്മുടെ 4000 കിലോമീറ്റർ ഓക്കെ അല്ലേ. അവര് പൊടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാപ്പൻ പറഞ്ഞ പോലെ അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അംഗീകാരം കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അന്ന് അവിടെ പിരിയാണ്. പിന്നെ ആഹ്ലാദ പ്രകടനം നടന്നത് പിറ്റേ ദിവസമായിരുന്നേ. അപ്പോൾ ഇതാണ് സൗമ്യേച്ചി, ഞങ്ങളുടെ ഇവിടുത്തെ ഇനി 16-ാം വാർഡിലത്തെ കൗൺസിലറാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ ഫാമിലി മൊമെന്റ്സ് കുറച്ച് വ്ളോഗിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് വരാട്ടോ. ഗൈസ്, ആമീനെ കണ്ടോ ഗൈസ്? ആമിക്ക് അമ്മാമ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയി വന്നപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന മാല ആൻഡ് കമ്മൽ. ഇതിന്റെ കമ്മലാണ് അമ്മിട്ടായിരുന്നു. ദിസ് ഈസ് എ കമ്മൽ ഓഫ് ദാറ്റ് മാല. രസമുണ്ട്, സിമ്പിളാണ് പക്ഷെ രസമുണ്ട്. പിന്നെ ഈ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആദിക്കുട്ടന് കീ ചെയിൻ. ഊട്ടിപ്പൂവ് പണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കണ സാധനം. ഇപ്പൊ പക്ഷെ അങ്ങനെ ആരും മേടിക്കാറില്ല. ഇപ്പൊ അബ്ചേട്ട പ്രത്യേകം പറഞ്ഞായിരുന്നു മേടിപ്പോ. അത് പോയൊക്കെ കൊഴിഞ്ഞു പോണു. അതെന്തിനാ അതില് കെട്ടഴിക്കണ്ടത്? അത് കെട്ടത് ചുരട്ടെടുത്തിട്ട്. അപ്പൊ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ വ്ളോഗ് കൂടെ ഒരുമിച്ചാണ് ആക്കാൻ പ്ലാൻ ഗൈസ്. ഇന്നലെ ഞങ്ങളുടെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ജയിച്ചു. ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള പ്രദീപേട്ടൻ 99 വോട്ടിനാണ് പോയത്. 99 വോട്ടിന് പ്രദീപേട്ടൻ പോയി. അപ്പൊ ഞങ്ങളതേ അബ്ചേട്ടൻ വെള്ളൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിന്റെ പ്രകടനം ഉണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ വ്ളോഗ് ചെയ്തിട്ട് ഇന്നത്തെ വ്ളോഗ് ഈ 2 ദിവസത്തെ വ്ളോഗും കൂടെ
2 ദിവസത്തെ വീഡിയോയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു വൈബ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അടിപൊളി. ഇന്നലെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കുറെ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. ബൈക്കുമ്പോ ഇങ്ങനെ തരാവോ വര പോയി. ഇന്നലെ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് റാലിക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ നിക്കണ്ട്, ആദിക്കുണ്ട്, അച്ഛൻ നിക്കണ്ട്, അമ്മയ്ക്കുണ്ട്. അച്ഛൻ വണ്ടി എടുത്തു, അമ്മ കയറിപ്പോയി. ഞങ്ങള് റോട്ടിലെ വീട്ടിൽ തറവാട്ടിൽ പോയിട്ടാ റോട്ടിൽ 2 പേരും ബൈക്കുമ്പോ കയറിപ്പോയി. ഞങ്ങള് വഴിയാധാരം നല്ല രസമുള്ളതാന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് മനസ്സിലാക്കാം. കത്രിക എടുത്തിട്ട് വരുമോ? കത്രിക ഇതെന്താ സ്നാക്സ്? ഇത് നമ്മൾ ഒതുക്കി ഇവിടെ പോയപ്പോ മേടിച്ച പോലത്തെ ഒരു സംഭവം തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓവർ മധുരല്ല. ഞാൻ മീൻ നന്നാക്കുമ്പോ രസിതാ എന്നാ ഓക്കെ. അയ്യോ വായോടെ ടേസ്റ്റ് ഇല്ലേ? നമ്മൾ അന്ന് 3 പോയപ്പോ മേടിച്ച അങ്ങനത്തെ സാധനത്തിന്റെ ഒക്കെ ഒരു രുചി അല്ലേ? മദർജി താങ്ക് യു. അപ്പൊ നമ്മുടെ സ്റ്റോറി ഒക്കെ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും വരാണ് പിറ്റേ ദിവസത്തെ ആഹ്ലാദ പ്രകടനം കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ മൊത്തത്തിൽ നാട്ടുകാർ ഒരേ വൈബിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ഉള്ളൊരു നാടാണ്. അതിപ്പോ ഞാൻ പറയുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും നിങ്ങൾക്ക്, എല്ലാ മതങ്ങളുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും ഉള്ളതല്ലേ എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രത്യേക ബോണ്ടാണ്. ഞാൻ അതിലേക്കാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഒരു വായനശാല നിർമ്മിക്കപ്പെടാണ്. ഇതധികം വർഷമായിട്ടില്ല കേട്ടോ ആ ഒരു വായനശാല അവിടെ നിർമ്മിക്കപ്പെട്ടിട്ട്. പക്ഷെ അതൊരു കേന്ദ്രമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരുപാട് യുവതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചിലായി പോട്ടോ. എല്ലാ തലമുറയിലും പെട്ടവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏജ് കാറ്റഗറി ഇവിടെ ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ അവരെ യുവാക്കൾ തന്നെ വിളിക്കുള്ളൂ. കാരണം അത്രയും ചൂടിയോടെയും കാര്യങ്ങളോടെ അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾ പല വീഡിയോയിൽ ഞാൻ ഒരാളുടെ പേര് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. അത് തുടക്കത്തൊട്ടുള്ള വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഒരുപാട് പ്രവർത്തകരുണ്ട്. അത് ചെറുപ്പക്കാരായിക്കോട്ടെ, അതിന് മുകളിൽ പ്രായമുള്ളവരായിക്കോട്ടെ, കൊച്ചു കുട്ടികളാവട്ടെ, ഒരുപാട് പേര് ഇതിന് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഒരു സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തി ജയിച്ചു, ഇനി ആ വ്യക്തിയല്ലേ കൗൺസിലർ, അങ്ങനെയൊന്നല്ല. അതെല്ലാവരുടെ ഒരു വിജയമായിട്ട്, ഒരു നാടിൻ്റെ വിജയമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതാണ് എൻ്റെ നാടിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ വായനശാലയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇഫ്താർ വിരുന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത് ഇഫ്താർ വിരുന്നാണെങ്കിലും എല്ലാ മതസ്ഥരിലുള്ളവരും ഞങ്ങളൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന പല നിമിഷങ്ങളും നമുക്ക് തരുന്ന ഒരു സ്ഥാപനമാണ് അത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പല സ്ഥലങ്ങളിലും ഈ മദ്യം, മയക്കുമരുന്ന്, ഇതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് ഒരുപാട് കുട്ടികൾ ചീത്തയായി പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ വേണ്ടത്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വേണ്ടത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും. മാത്രമല്ല നമുക്കവിടെ ഇപ്പോൾ അവർ ഗെയിംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞാൻ ആ കായിക മേഖലയിൽ അത്ര വലിയ ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യാത്ത കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഒരു കൂട്ടം പിള്ളേർ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു കുട്ടിക്കലാശം പോലെയാണ് നടത്തിയത്. നമ്മൾ ഒരു DJ വെച്ച് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് തിമിർത്തു എന്ന് പറയാം. നിങ്ങളൊന്ന് കണ്ടോക്കി. ഇതിലെല്ലാ പ്രായത്തിലുള്ളവരും കളിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ, അഭിചേട്ടൻ്റെ അച്ഛൻ്റെ ഒക്കെ ഡാൻസ് ചെയ്യലുണ്ട്. അത് മനസ്സിലുള്ള സന്തോഷം കൊണ്ടാണല്ലോ വരുന്നത്. അഭിചേട്ടന് ആ ദിവസം ഒരു ചെറിയൊരു ടെൻഷൻ കയറി വന്നതുകൊണ്ട് അഭിചേട്ടൻ അത് മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ തകർത്തു.
എനിക്ക് ഈ നാട്ടിൽ തന്നെ ഈ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരാളിങ്ങനെ പൊക്കി പറയാനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഞങ്ങളുടെ വായനശാലയുടെ മുന്നിൽ നിന്നിട്ടാണ്, ആ കോർണറിലാണ് കേട്ടോ ഇപ്പോൾ ആഘോഷിക്കുന്നത്. എനിക്കിപ്പോൾ എന്താണെന്ന് അറിഞ്ഞോട് ആ ഭാഗത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ്, നമ്മൾ പറയില്ലേ, നമ്മുടെ വടക്കുന്നാഥലിൻ്റെ തെക്കേ ഗോപുര നടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് വൈബാന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ ഈ ഒരു മൂല, ഈ വായനശാലയുടെ ഈ കോർണർ എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതെങ്ങനെ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ, നിങ്ങളെങ്ങനെ കാണുന്നോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ചുമന്ന കോടി പാറിപ്പറന്ന് ഞങ്ങളിവിടെ തിമിർക്കുമ്പോൾ മനസ്സിലുള്ളൊരു സന്തോഷം അത് ഭയങ്കര വലുതായിരുന്നു. ഞാൻ ഇനി തുടർന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ പ്രവർത്തിക്കാനും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഇൻസ്പിറേഷൻ തോന്നുന്ന പല പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് കേട്ടോ ഈ DYFIയുടെ പൊതിച്ചോറ് വിതരണം. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവില്ല, അവർക്കുള്ള പൊതിച്ചോറ് വിതരണം കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആശംസിക്കുകയാണ് സൗമ്യേച്ചിക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരിതങ്ങളും അസുഖങ്ങളായിട്ടും പല ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ സഹായമായിട്ട്, അവർക്കൊരു കൈത്താങ്ങായിട്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ. കൗൺസിലർ എന്നുള്ള രീതിയിൽ ആളുടെ ഒരു പദവി ഉപയോഗിച്ചിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആൾ ചെയ്യട്ടെ. അത്ര ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് അധികാരം കണ്ണിൽ ഇരുട്ടാവാതിരിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ആഹ്ലാദത്തിമിർപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ കണ്ടോക്ക്. എനിക്ക് ഇതിലത്തെ ഫുള്ള് പാട്ടും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വോയിസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇടുന്നത്. മാത്രമല്ല, ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ കണ്ടു വളർന്ന പല കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. എനിക്ക് ഇനിയും ഇവിടെ ഈ ഒരു നാട്ടിലത്തെ ഒരു പ്രവർത്തിക്കായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ വേറൊരു കാര്യത്തിലും കൂടി ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഞാൻ കല്യാണം കഴിച്ച് വന്നത് ഇവിടെയാണ്, ഞങ്ങൾ ഇപ്പോൾ സ്റ്റിൽ താമസിക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ തന്നെ തുടർന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവമേ ഞാൻ വേറൊരു മുഖങ്ങളും കാണുന്നില്ലല്ലോ, ഇവിടെ തന്നെയാണല്ലോ എല്ലാതും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ഞാൻ അതിൽ സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കുറച്ച് ആഹ്ലാദത്തിമിർപ്പിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഇടാം, പക്ഷെ കുറച്ച് സ്പീഡിലായിരിക്കും കേട്ടോ എൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ നാട്ടിലെ പല വിശേഷങ്ങളാണ് പറഞ്ഞത്. പിന്നെ ആ സ്റ്റോറി അത് നിങ്ങൾ കേട്ട് നോക്ക്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാനിങ്ങനെ കുറേ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ വല്ലാതെ വ്ളോഗ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറ്. ഇങ്ങനെ വലിയ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് വലിയ പരിചയവും ഇല്ല, ഒന്നും തന്നെയില്ല, വലിയ എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വ്ളോഗിൻ്റെ ഒരു എൻഡിലോട്ട് വരാണേ. നമുക്ക് പലരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥാപനം ഒരു നാടിൻ്റെ മുഖമായിട്ട് മാറാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ എന്ന് തന്നെ അവിടെ പറയണം. കാരണം ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരല്ല, പല ഏജ് കാറ്റഗറിയിലുള്ളവരും അവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കാണാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളിടത്തോളം നമുക്ക് നാടിന് നല്ലതേ വരൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തന്നെ പല പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ വ്ളോഗുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. നമുക്ക് പല നാടുകളിലും എന്താ പറയുക, തലമുറ വെറുതെ ഇരുന്ന് സമയം പോകുന്ന പല ആൾക്കാരും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ. അത്യാവശ്യം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.